രാഹുൽ ഗാന്ധി വിളിച്ച് സംസാരിച്ചിരുന്നു. അതെ വിളിച്ചിരുന്നു. എന്താ 3:30 മണിയോടുകൂടി രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ചിരുന്നു. കാരണം ഞാൻ ഡൽഹിയിൽ പോയിരുന്നില്ലല്ലോ, ഡൽഹിയിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഫോണിൽ വിളിച്ച അഭിപ്രായം ചോദിച്ചു. എന്റെ അഭിപ്രായം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. കേരളത്തിലെ ഈ വൈകുന്നത് കൊണ്ടുള്ള പാർട്ടി പ്രവർത്തകർക്ക് ഇപ്പം വിജയിച്ചെങ്കിലും അതിന്റെ ഒരു ഗുണം അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല, നേതാക്കൾക്കും വിജയിച്ച ആളുകൾക്കും. ശരിയാണ്. പക്ഷേ വിശദമായ ചർച്ചകൾ നടത്തി എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഫോർമുല കണ്ടെത്തേണ്ടി വന്ന സാഹചര്യത്തിലാണ് കൂടുതൽ സമയമെടുക്കുന്നത്. അതിൽ ഹൈക്കമാൻഡിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ജനങ്ങളുടെ പൊതുവായി കേരളത്തിന്റെ ഒരു അവസ്ഥ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ MLA-മാരുടെ പിന്തുണ മാത്രം വെച്ചിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഈ എല്ലാ വശങ്ങളും ഹൈക്കമാൻഡിന് അറിയാം. കോൺഗ്രസ് ഹൈക്കമാൻഡിന് എല്ലാ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി അന്വേഷിക്കുകയും വിലയിരുത്തുകയും അതനുസരിച്ച് നടപടികൾ എടുക്കുകയും ചെയ്യുന്ന ആണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യവും പ്രത്യേകമായ ശ്രദ്ധയും എപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും വളരെ ശ്രദ്ധിച്ചും സൂക്ഷ്മതയോടും കൂടിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ കേരളത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട സമയം കൂടുതൽ വേണ്ടിവരുന്നത്. അത് ഇന്ന് തന്നെ പൂർത്തിയാക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ അവരുടെ അഭിപ്രായം പറഞ്ഞു. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന നിലപാടുമായി ചില കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. ലീഗിനൊക്കെ അത് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് താങ്കൾ കാണുന്നുണ്ടോ? അല്ല, എനിക്കങ്ങനെ അഭിപ്രായമില്ല. ഘടകകക്ഷികൾ അഭിപ്രായം പറയുന്നതിനോട് വിയോജിപ്പില്ല. എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഞാനതിന് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല. ഘടകകക്ഷികൾ അവർ UDF-ന്റെ ഭാഗമാണ്. സ്വാഭാവികമായും ഒരു ഭരണമാറ്റമുണ്ടായി, ഒരു നേതൃത്വം കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഘടകകക്ഷികൾ തീർച്ചയായും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം, അത് കേൾക്കാം. പക്ഷെ അത് അവർ പറയുന്ന അഭിപ്രായം സ്വീകരിക്കണമെന്നില്ല. പക്ഷെ അവരെന്താണോ പറയുന്നത് അത് കേൾക്കുക എന്നുള്ളത് ഇപ്പോൾ മാത്രമല്ല എക്കാലത്തും കോൺഗ്രസ് നേതൃത്വം ചെയ്തിട്ടുള്ള കാര്യമാണ്. കേരളത്തിന്റെ ഗ്രൗണ്ട് KC വേണുഗോപാലിനോട് പറഞ്ഞു. താങ്കൾ 3:30 വിളിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയോട്. യെസ്, കേരളത്തിന്റെ ഗ്രൗണ്ട് അല്ല, എന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, അതിന്റെ പ്രതിഫലനം വിശദമായ ചർച്ചകളിൽ പോയില്ല. ഒരു മിനിറ്റ് 1.5-2 മിനിറ്റ് മാക്സിമം. ആര് വേണമെന്ന് ചോദിക്കായിരുന്നോ? അല്ല, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. പേര് പറഞ്ഞു. അല്ല, പേരിലേക്കൊന്നും കടക്കാൻ അതൊന്നും നിങ്ങളോട് ഇപ്പൊ പേര് പറഞ്ഞില്ലയോ എന്നൊന്നും ഇപ്പൊ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഓക്കെ.